ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബോർവെല്ലിൻ്റെ ചാമ്പറിൻ്റെ മൂടിയിട്ടുണ്ട്. മൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു GFRP മെറ്റീരിയലാണ്. അതായത് ഫൈബർ ഗ്ലാസ് ആണ്. ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പോളിമർ എന്നാണ് ഇതിന് പറയുക. ഒരു ജർമ്മൻ ടെക്നോളജിയാണ്. ഏകദേശം 5 ടൺ വെയിറ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യം ഒരു 2 ടണ്ണൊക്കെ നമുക്ക് ഇതിന്മേൽ കയറ്റി വെക്കാമെന്നുള്ളൊരു വിശ്വാസം ഇതിന് നമുക്കുണ്ട്. ഇത് കണ്ടിട്ട് നല്ല ഹെവിയാണ്. മൂടി 3x3 ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബോർവെൽ അടിച്ചപ്പോൾ അതൊരു കൺസീൽഡ് ആക്കി ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം ക്ലയൻറ്റിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കൺസീൽഡ് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു ക്ലയൻറ്റാണ് നമ്മളൊരു പുതിയ ക്ലയൻറ്റ്. അതുകൊണ്ട് നമുക്കും നല്ല സന്തോഷമാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇതിന് മെറ്റീരിയൽസിനൊന്നും ഒരു കുറവുമില്ല. എല്ലാം പറഞ്ഞാൽ അപ്പടി കൊണ്ടുതരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ എർത്ത് കുഴിയാണ് നമ്മൾ ആകെ പെടാപ്പാട് പെട്ടത്. 2 കുഴി എന്ന് പറഞ്ഞാൽ ഒരു 7 ലേബറായി. അപ്പോൾ അത്രയും കൺജസ്റ്റഡ് ആയിരുന്നു വർക്ക്. കല്ലൊക്കെ നല്ല കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. 2.5 മീറ്ററാണപ്പോൾ നമ്മൾ എർത്ത് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 6-ൻ്റെ കോപ്പറാണ്. കാരണം കോപ്പറിൻ്റെ വണ്ണമൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വരുന്ന മാതിരി തോന്നുക. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒരു 6-ൻ്റെ കോപ്പറാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിൽ ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയിൽ അടിച്ചിരുന്നു. ഇപ്പോൾ KCB നിർബന്ധം പിടിച്ചിട്ടുണ്ട്, സീവാൾ കെട്ടിയാലേ കൊടുക്കൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നി എന്തുകൊണ്ടും അവർ പറഞ്ഞതാണ് നല്ലതെന്ന് തോന്നി. എന്താ വെച്ചാൽ അത്രയും സേഫാണ്. പിന്നെ നമ്മളിവിടെ ഈ ക്രിമ്പിംഗ് ഒക്കെ സോക്കറ്റ് ക്രിമ്പ് ചെയ്തിട്ടുള്ളത് ലെഡ് ഉരുക്കിയിട്ട് അതിലേക്ക് നമ്മളെ കോപ്പർ അതിലേക്ക് കയറ്റി വെച്ചിട്ട് അത് ഡ്രൈ ആയിട്ടാണ് അത് അവിടെ ഫിറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ ടിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ 3 ഫേസ് വയറിംഗ് ആണ്. അതായത് കൺസ്ട്രക്ഷൻ പർപ്പസാണ്, എന്നാലും സേഫായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരും കൂടി നിർബന്ധം പിടിച്ചപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് നിർബന്ധം പിടിച്ച് സീവാൾ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ ക്ലയൻറ്റും അത് സമ്മതിച്ചു. അതുപോലെ നല്ലൊരു സീവാൾ കെട്ടി തേച്ച് ഇനിയിപ്പോൾ അതിനൊരു ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷായി. അപ്പോൾ ഒരു ബോർവെല്ലുണ്ട്. പിന്നെ 2 എർത്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ SS-ൻ്റെ നട്ടും ബോൾട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കോപ്പറിൻ്റെ 2 സൈഡും ക്രിമ്പിങ് ചെയ്ത് ലെഡ് ഉരുക്കിയിട്ടാണ് നമ്മൾ ക്രിമ്പിങ് ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ സോൾഡർ പെയിൻ്റാണ്. അതാ എർത്ത് ബെഞ്ചിൽ കുറച്ച് ലേശം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നെറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ 25-ൻ്റെ സോക്കറ്റാണ് നമ്മളെ 4-ൻ്റെ കോപ്പറിൽ 6-ൻ്റെ കോപ്പറിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 25 എടുത്തിട്ട് അതിലേക്ക് ലെഡ് ഉരുക്കിയിട്ട് അതിൽ ലെഡ് ഉരുക്കി നിൽക്കുമ്പോൾ അതിലേക്ക് ഈ കോപ്പർ എടുത്തിട്ട് നമ്മൾ നല്ല റഫാക്കിയിട്ട് സ്മൂത്താക്കിയിട്ട് ഈ കോപ്പർ എടുത്ത് കുത്തുകയാണ്. ആ കോപ്പർ കുത്തിയിട്ട് അത് തണുക്കോളം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കോപ്പറിൽ നിന്ന് ആ പിന്ന് ഊരി പോരണമെങ്കിൽ, ആ സോക്കറ്റ് ഊരണമെങ്കിൽ അതേ ടെമ്പറേച്ചറിൽ അത് ഹീറ്റായാൽ മാത്രമേ ആ സോക്കറ്റ് ഊരി പോരുള്ളൂ. അല്ലാതെ അത് ഊരി പോരില്ല. അത്രയും സേഫാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കോപ്പർ ക്ലാവ് പിടിക്കില്ല. നല്ല എർത്തിന് നല്ല കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെയൊക്കെ ക്രിമ്പ് ചെയ്യലായിരുന്നു. ക്രിമ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അത് ക്ലാവ് പിടിച്ചിട്ട് ലൂസായി കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ലെഡ് മേടിക്കുക. ലെഡ് ആമസോണിലൊക്കെ കിട്ടും. ആമസോണിൽ നിന്ന് മേടിക്കുക. ഇതുപോലുള്ള ക്രിമ്പിംഗ് സോക്കറ്റുകൾ മേടിച്ച് ക്രിമ്പ് ചെയ്യുക.